അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റജബിലെ 16-ാം രാവാണ് ഇന്ന് നമുക്ക് കടന്നു വന്നിട്ടുള്ളത്. ഞായറാഴ്ച രാവാണ് ഇന്ന് നമുക്ക് ചൊല്ലാനുള്ള. ഞായറാഴ്ച രാവുകളിൽ ചൊല്ലുന്ന അതിപ്രധാനപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ ദിക്റും, അതിന് മുമ്പായി ഇസ്തിഗ്ഫാറും, റജബിലെ ഓരോ ദിനങ്ങളിൽ ചൊല്ലേണ്ട അതിമഹത്തായ ഇസ്തിഗ്ഫാറും ചൊല്ലി, പിന്നെ നമുക്ക് ആ ദിക്റും പിന്നെ സ്വലാത്തും ചൊല്ലി ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുമാരാകട്ടെ. ആ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കാരണത്താൽ ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല നമുക്ക് നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യം ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ വ അത്തൂബു ഇലൈഹി. ഇസ്തിഗ്ഫാർ റജബിലെ ഓരോ ദിനങ്ങളിൽ 70 തവണ വീതം രാവിലെയും വൈകുന്നേരം ചൊല്ലണമെന്ന് മഹാന്മാർ നിർദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട ഒരു ഇസ്തിഗ്ഫാറാണ്. ഇത് ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ ശരീരം നരകം അദ്ദേഹത്തിന്റെ ശരീരത്തിനെ സ്പർശിക്കില്ലെന്ന്, അദ്ദേഹം നരകത്തിന് നിഷിദ്ധമായി തീരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച അതിമഹത്തായ ഒരു ഇസ്തിഗ്ഫാറാണ്. എല്ലാവരും കൂടെ ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ ഓരോ നാളുകൾ അല്ലാഹു തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. 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 അല്ലാഹുവേ, നമ്മുടെ നീ തൗബ സ്വീകരിക്കണം. അല്ലാഹ്, നമ്മുടെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം റഹ്മാനെ. നാം ചൊല്ലി ഇസ്തിഗ്ഫാർ കാരണത്താൽ നമുക്ക് ഇരുലോക വിജയം കാരണമാക്കണം. അത് ലോകത്തുള്ള വിജയത്തിനുള്ള ഒരു സബബാക്കി മാറ്റണം റഹ്മാനെ. എല്ലാവരും കൂടെ നമുക്ക് ഞായറാഴ്ച ദിനങ്ങളിൽ ചൊല്ലി വരുന്ന അതിമഹത്തായ ആ ഒരു ദിക്ർ ചൊല്ലണം. അതിന് മുമ്പ് അതിന്റെ മഹത്വം കൂടി ആദ്യം മജ്ലിസിൽ കൂടുന്നവരാണെങ്കിൽ അവർക്കൊന്നും അറിയാൻ വേണ്ടി ഒരു ദിക്ർ ചൊല്ലിയാൽ
മഹത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കാന ലഹു അമാന മിനൽ ഫഖർ, ദാരിദ്ര്യമുണ്ടാവുകയില്ല, മരണം വരേക്കും സാമ്പത്തികമായ ഒരു പ്രശ്നം അദ്ദേഹത്തിന് വരില്ല. വയുഅ്മന മിൻ വഹ്ശത്തിൽ ഖബർ, ഖബറിന്റെ ഏകാന്തതയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റും. ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ട ഒരവസ്ഥ വരില്ല. വസ്തുജിലിബ ബിഹിൽ ഐന, ഐശ്വര്യമുള്ള ജീവിതം ഈ ഒരു ദിക്ർ അദ്ദേഹത്തിന് വലിച്ചു കൊണ്ടുവരും. വസ്തുഖ്രിഅ ബിഹി ബാബുൽ ജന്ന, ഈ ദിക്ർ മുഖേന അദ്ദേഹം സ്വർഗത്തിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് മരിച്ചാൽ സ്വർഗമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന അതിമഹത്തായ ബഹുമാനം. അതുകൊണ്ട് എല്ലാവരും കൂടെ ഏറ്റി ചൊല്ലണം. 100 തവണയാണ് അതിന്റെ അതത്. എല്ലാവരും കൂടെ ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ, 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 لا إله إلا الله الملك الحق المبين، 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 لا إله إلا الله الملك الحق المبين.
لا إله إلا الله الملك الحق المبين 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 അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം അല്ലാഹ്. നാം ചൊല്ലിയ മഹത്തായ നിന്റെ ഒരുപാട് അത്ഭുത നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദിക്റാണ് അല്ലാഹുവേ. ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ മഹാന്മാർ ജീവിതത്തിൽ പതിവാക്കിയ അത്ഭുത ദിക്റാണ് ആ ദിക്റിന്റെ മഹത്വം കൊണ്ട്. നമ്മുടെ ജീവിതം നീ നന്നാക്കണമല്ലോ, എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുന്നു നല്ലൊരു വ്യക്തി ജീവിതം നമുക്ക് നൽകണമല്ലോ. എല്ലാവരും കൂടെ നാരിയത്തു സ്വലാത്ത് 11 തവണ വീതം ചൊല്ലണം. നാരിയത്തു സ്വലാത്തിന്റെ ഗുണങ്ങൾ അത്ഭുതമാണ്. 11 തവണ വീതം ദിവസവും പതിവാക്കുന്നവന് അള്ളാഹു കൊടുക്കുന്ന മഹത്വം അത്ഭുതമാണ്. പ്രത്യേകമായി നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു തആല പൂർത്തിയാക്കി തരും. പ്രധാനമായും നാരിയത്ത് സ്വലാത്ത് ചൊല്ലുമ്പോൾ ലക്ഷ്യം വെക്കേണ്ടത് ഹബീബായ തങ്ങളുടെ മുഹബ്ബത്ത് നമുക്ക് ലഭിക്കണം. അവിടുത്തെ പൂമുഖം നമുക്ക് ഉറക്കിലും ഉണർവിലും കാണണം. അതിന് പാകപ്പെട്ട ജീവിതം നമുക്ക് ലഭിക്കാൻ വേണ്ടി എല്ലാവരും നല്ല ഇഖ്ലാസോടുകൂടി നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم
وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ നാം ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകൾ ഒക്കെയും നീ സ്വീകരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ സ്വഹാബുൽ കിറാമിന്റെ അവിടുത്തെ ഉപ്പാപ്പമാരുടെ ഉമ്മാമ്മമാരുടെ ഹദ്റാത്തുകളിലേക്ക് ഇതിനെ സവാബ് എത്തിച്ചു കൊടുക്കണമല്ല. സർവ്വ അംബിയാ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ മശായിഖന്മാർ ഉസ്താദന്മാർ പ്രത്യേകിച്ച് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും
റിഫായി ഷേഖ് ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും അഹ്മദ് റളാ ഖാൻ ബറൽവി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്കും മഹാനായ ഷേഖുനാ സയ്യിദ് വലില്ലാഹി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും സർവ മഹാന്മാർ, സർവ ഉസ്താദന്മാർ, മശായിഖന്മാരുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പലസ്തീനിൽ മരിച്ചുപോയ സുഹദാക്കളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയോ മരിച്ചുപോയോ അവരുടെ ഹദ്റാത്തുകളിലേക്ക് ഇതിനെ തവാബ് എത്തിച്ചു കൊടുക്കണമല്ല. നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഓരോ മുഅ്മിനാത്തുകളുടെ കുടുംബത്തിൽ ആരൊക്കെയോ മരിച്ചുപോയി അവരുടെ കുടുംബാദികളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണമല്ല. അവർക്കുള്ള ദറജ നീ ഉയർത്തി കൊടുക്കണമല്ല. അവരുടെ ബറക്കത്ത് കൊണ്ട് ലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ മദദും അവരുടെ നോട്ടമുള്ള ഹിഫ്ളും നല്ല ജീവിതം നൽകണം റഹ്മാനെ. ഹറാമിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. എല്ലാവരും ഇഖ്ലാസോടുകൂടെ ഭക്തിയോടുകൂടെ തന്നെ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ ആവശ്യങ്ങൾ പലതും ഉണ്ടാകും. ഒരുപാട് ഉദ്ദേശങ്ങൾ ആവശ്യങ്ങൾ പറഞ്ഞു, പ്രയാസങ്ങൾ പറഞ്ഞു, ബുദ്ധിമുട്ടുകൾ പറഞ്ഞു, തടസ്സങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരും ഇവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. നിങ്ങൾ ആമീൻ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ഒക്കെ മനസ്സിൽ കരുതി നല്ല ഇഖ്ലാസോടുകൂടെ തന്നെ ആമീൻ ചൊല്ലണം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم بارك لنا في رجب وشعبان بلغنا رمضان. أرحم الراحمين يا رب. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ, ഭാര്യമക്കൾ, അയൽവാസികൾ, ജ്യേഷ്ഠാനുജന്മാർ, മജ്‌ലിസിൽ കൂടുന്നവർ, അല്ലാഹുവേ, പെങ്ങന്മാർ, എല്ലാ മുഅ്മിനാത്തുകളുടെ പാവങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. ചെറുതും വലുതും രഹസ്യവും പരസ്യം അറിഞ്ഞും അറിയാതെയും ചെയ്തു വെച്ച എല്ലാ തിന്മകൾ അഫൂ ചെയ്യണമല്ലാ. നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. റഹ്മത്ത് ചെയ്യണമല്ലാ. നീ അനുഗ്രഹം ചെയ്യണമല്ലാ. നീ ബറക്കത്ത് ചെയ്യണമല്ലാ. തന്ന സർവ്വതിലും നീ ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകണം റഹ്മാനെ. ചൊല്ലിയ ദിക്റിന്റെ കാരണത്താൽ, സ്വലാത്തിന്റെ കാരണത്താൽ നമുക്ക് മുത്തായ തങ്ങളോടുള്ള ഹബ്ബ് നൽകണമല്ലാ. അവിടത്തോടുള്ള മുഹബ്ബത്തിന്റെ ഒരു കാരണമാക്കണം റഹ്മാനെ. അവിടുത്തെ മുഹബ്ബത്ത് നമുക്ക് നൽകണമല്ലാ. അവിടുത്തെ നമുക്ക് ഉള്ളറിഞ്ഞ് സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലാ. അവിടുത്തെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാനും അവിടുത്തെ സന്തോഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും അല്ലാഹ് അവിടത്തെ കുറിച്ച് പഠിക്കാനുമുള്ള തൗഫീഖ് നൽകണമല്ല. അവിടുത്തെ പൂമുഖം നമുക്ക് ഉറക്കിലും ഉണർവിലും കാണിക്കണമല്ല. അത് കണ്ട് നമ്മുടെ ജീവിതം നന്നാക്കണം റഹ്മാൻ. അവിടുത്തെ പരിശുദ്ധ വജ്ഹ് കണ്ട് നമുക്ക് നന്നാവാനുള്ള അവസരം നൽകണം റഹ്മാൻ. ഹറാമ് കാണുന്നതിനെ തൊട്ട് പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നമുക്കൊരു മറയിട്ട് തരണം റഹ്മാൻ. നമ്മുടെ അവയവങ്ങൾ നിന്റെ മഹാന്മാർ കാത്തു സൂക്ഷിച്ചതുപോലെ തഖ്വയോടെ നമുക്കും സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകണം. നമ്മുടെ മനസ്സിൽ ഈമാന് നിറച്ചു തരണം റഹ്മാൻ. തഖ്വ നിറച്ചു തരണം റഹ്മാൻ. ഭക്തി നിറച്ചു തരണം റഹ്മാൻ. അല്ലാഹുവേ, ആയുഷ്കാലത്ത് ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാനും മുത്തായ തങ്ങളുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാനുമുള്ള തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ ചെവിയും നമ്മുടെ അവയവങ്ങളും നമ്മുടെ നാവും നമ്മുടെ കണ്ണും എല്ലാത്തിനെയും ഹറാമിൽ നിന്ന് സൂക്ഷിക്കാൻ തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം റഹ്മാൻ. നമുക്കെയും നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ഒരുപാട് കുറവുകൾ നിറഞ്ഞതാണ്. ഒരുപാട് കുറവുകളെ കൊണ്ട് മലിനമായതാണ് റബ്ബേ. അല്ലാഹുവേ, ആ നിസ്കാരങ്ങളൊക്കെ നിന്നെ പേടിച്ച് നിസ്കരിക്കാനും തഖ്വയോടെ നിസ്കരിക്കാനും ഭക്തിയോടെ നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല. ചൊല്ലുന്ന ദിക്റുകൾ അദ്കാറുകളെല്ലാം ഇഖ്ലാസോടെ ചൊല്ലുന്നവരാക്കണം റഹ്മാൻ. അല്ലാഹുവേ, നിന്റെ വക്കിൽ കബൂലിയത്ത് ലഭിക്കുന്ന ദിക്റുകളാക്കണം അല്ലാഹ്. സ്വലാത്തുകളാക്കണം അല്ലാഹ്. നിസ്കാരങ്ങളാക്കണം റഹ്മാൻ.
അല്ലാഹുവേ നമുക്ക് ധാരാളം സ്വലാത്ത് ചെല്ലാനുള്ള തൗഫീഖ് നൽകണമല്ലോ. മുത്തായ തങ്ങളെ നമുക്ക് ഉള്ളറിഞ്ഞ് സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഇവിടുത്തെ പരിശുദ്ധ മദീനയിലേക്ക് നമുക്ക് പല തവണ എത്താനും പരിശുദ്ധ പച്ചക്കുബ്ബ കണ്ട് കണ്ണു നിറയെ സ്വലാത്തും സലാമും ചൊല്ലാനുള്ള തൗഫീഖ് നൽകണമല്ലോ. നമ്മുടെ മരണം മദീനയിലാക്കണമല്ലോ. പരിശുദ്ധ മദീനയിൽ വെച്ച് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഒടുവിൽ അവിടുത്തെ പരിശുദ്ധ പൂമുഖം യക്കളത്തിൽ തന്നെ കാണിച്ചു തന്നു ഈമാനോടെ പുഞ്ചിരിച്ച് ലോകത്തുനിന്ന് വിട പറയാനുള്ള തൗഫീഖ് നൽകണമല്ലോ. ജന്നത്തുൽ ബഖിയയിൽ പോയി കിടക്കാനുള്ളൊരു അവസരം നൽകണമല്ലോ. പാവികളായി നമുക്കൊരിടം നൽകണം റഹ്മാനെ. അല്ലാഹുവേ പാവികളായി നമുക്കൊരിടം നൽകണം റഹ്മാനെ. പരിശുദ്ധ ജന്നത്തുൽ ബഖിയയിൽ ഒരിടം നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കണമല്ലോ, ഞങ്ങളെ നന്നാക്കണമല്ലോ. നമുക്ക് നീ ഹസദ് തരല്ലയല്ല, കിബ്ർ തരല്ലയല്ല, വഞ്ചന തരല്ലയല്ല, ഫിത്ന തരല്ലയല്ല. അല്ലാഹുവേ ഗൈബത്തും നമീമത്തും പറഞ്ഞ് നടക്കുന്നവരാക്കല്ലയല്ല. സൂക്ഷ്മതയോടെ വിനയത്തോടെ ജീവിക്കുന്നവരാക്കണം റഹ്മാൻ. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കുന്നവരാക്കണമല്ലോ. ആരെയും വേദനിപ്പിക്കുന്നവരാക്കല്ലയല്ലോ, ആരെയും നോവിക്കുന്നവരാക്കല്ലയല്ലോ, ആരെയും കുത്തുവാക്കുകൾ പറഞ്ഞ് മനസ്സിനെ വേദനിപ്പിക്കുന്നവരാക്കല്ലയല്ലോ. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം കൊണ്ട് ആരൊക്കെയോ വേദനിച്ചിട്ടുണ്ടോ അവർക്കും നമുക്കെല്ലാം നീ പുറത്തു തരണം റഹ്മാൻ. അവർക്കും നമുക്കെല്ലാം നീ പുറത്തു തരണം റഹ്മാൻ. അല്ലാഹുവേ നമുക്ക് മരണത്തിന് മുമ്പ് നമുക്കൊന്ന് നന്നാവണമല്ലോ, നമുക്കൊന്ന് നല്ല വ്യക്തി ജീവിതം ലഭിക്കണമല്ലോ. മുത്തായ തങ്ങളെ സ്നേഹിച്ച് ജീവിക്കണമല്ലോ. നമുക്ക് ഉറക്കിലും ഉണർവിലും അവിടുത്തെ പൂമുഖം കാണാൻ ആശയുണ്ടുറപ്പേ, കാണാൻ വല്ലാത്ത മോഹമുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് നീ സാധിപ്പിച്ചു തരണം റഹ്മാൻ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നീ സഫലീകരിക്കണമല്ലോ, നീ സഫലീകരിക്കണം റഹ്മാനെ. അല്ലാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. കീരിമുരിക്കുന്ന മരണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. വല്ലാത്ത പേടിപ്പെടുത്തുന്ന രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. ക്യാൻസർ ആണെന്ന് പറഞ്ഞ്, മറ്റ് പല രോഗങ്ങളാണെന്ന് പറഞ്ഞു ദുആ കൊണ്ട് വസീത്ത് ചെയ്ത് ഒരുപാട് മുഅ്മിനാത്തുകളുണ്ട്. ഇപ്പോഴും ദുആ കൊണ്ട് വസീത്ത് ചെയ്യാറുമുണ്ട് റബ്ബേ. അല്ലാഹുവേ നമ്മുടെ ലൈവിൽ തന്നെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് നിരന്തരം വസിയത്ത് ചെയ്യാറുണ്ട് റബ്ബേ. എല്ലാവർക്കും എല്ലാവിധ രോഗങ്ങളെ തൊട്ട് നീ പൂർണ്ണ ശിഫ കൊടുക്കണമല്ലോ. ആജിലായ ശിഫ കൊടുക്കണമല്ലോ, പരിപൂർണമായ ശിഫ കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ എന്നേക്കുമുള്ള ശിഫ കൊടുക്കണമല്ലോ. പരിപൂർണമായ ആഫിയത്തും ആരോഗ്യം തിരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ പഴയതുപോലെ നിസ്കരിക്കാനും ദിക്റുകൾ ചൊല്ലാനും സ്വലാത്തുകൾ ചൊല്ലാനും നല്ല നിലക്ക് ജീവിക്കാനും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്കും നമുക്കെല്ലാം നീ ഭാഗ്യം നൽകണമല്ലോ, നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ക്യാൻസർ ഫൈനൽ സ്റ്റേജ് എത്തിയവരാണെങ്കിലും അല്ലാഹുവേ അതിന് ശിഫ കൊടുക്കാൻ നിനക്കൊരു പ്രയാസമുള്ള കാര്യമല്ല റബ്ബേ. നീ ആജിലായ ശിഫ കൊടുല്ലാ, നീ പരിപൂർണമായ ശിഫ കൊടുല്ലാ, ശിഫ കൊടുല്ലാ റബ്ബേ. പ്രസറും സുഖറും കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എല്ലാത്തിൽ നിന്നും ഒരു മോചനം നൽകണം റഹ്മാനെ. പരിപൂർണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹ് ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടോ, എന്തൊക്കെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, എല്ലാവർക്കും ശിഫ കൊടുല്ലാ, ആജിലായ ശിഫ കൊടുല്ലാ, പൂർണ്ണമായ ശിഫ കൊടു റഹ്മാനെ. അല്ലാഹുവേ അത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാൻ. നമ്മുടെ ശരീരങ്ങളിൽ വല്ല രോഗാണുക്കൾ മുളച്ചു വരുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ അതിൻ്റെ ആ അണുക്കളെ നീ നശിപ്പിച്ച് കളയണമല്ലോ. നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റണമല്ലോ, എടുത്ത് മാറ്റണം റഹ്മാൻ. അല്ലാഹുവേ അത്തരത്തിലുള്ള രോഗങ്ങൾ തന്നെ ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ലോ. നമ്മുടെ പാപങ്ങൾ നിമിത്തം നാം ചെയ്ത തെറ്റുകളുടെ കാരണം നമുക്ക് രോഗങ്ങൾ തന്നു, പരീക്ഷണങ്ങൾ തന്നു, ദാരിദ്ര്യങ്ങൾ തന്നു, പ്രയാസങ്ങൾ തന്നു ഞങ്ങളെ നീ പരീക്ഷിക്കല്ലയല്ലോ, നീ പരീക്ഷിക്കല്ലയല്ലോ. താങ്ങാനുള്ള അത്തരത്തിലുള്ള നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള ശേഷിയില്ല റബ്ബേ. അതിനെ പറ്റിയ ഈമാനുമില്ല റബ്ബേ.
അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാ നിലക്കും ആഫിയത്തും ആരോഗ്യം തന്നു നമുക്കെല്ലാം ദീർഘായുസ് തന്നെ അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മളെ നാമാക്കിയാണ് മാതാപിതാക്കളുടെ റബ്ബേ, ഉസ്താദന്മാരുടെ റബ്ബേ, അവർക്കെല്ലാം ആഫിയത്തും ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ വീടില്ലാതെ വിഷമം പറഞ്ഞവരും ഖൈറായ നല്ല വീട് നൽകണമല്ലോ. ബറക്കത്തുള്ള സന്തോഷമുള്ള നല്ല വീടും വാഹനവും നല്ല സന്തോഷമുള്ള ജീവിതം അഭിവൃദ്ധിയും നല്ല ഐശ്വര്യവും ഇസ്സത്തും നൽകണം റഹ്മാനെ. അല്ലാഹുവേ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ കടങ്ങൾ തീർക്കാനുള്ള സഹിലായ വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. സാമ്പത്തിക ശേഷി നൽകണമല്ലോ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ നല്ല ജോലി നൽകണമല്ലോ. നല്ല ജോലി നൽകണം റഹ്മാനെ. നാട്ടിലും വിദേശത്തുമുള്ള ഓരോരുത്തർക്കും നല്ല ജോലി കൊടുത്തനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ലോ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണം റഹ്മാൻ. തന്ന സന്താനങ്ങളെ നീ കൂട്ടത്തിൽ ചേർക്കണമല്ലോ. നീ ചേർക്കണം റഹ്മാനെ. ആലിമീങ്ങളാക്കണം റഹ്മാനെ. ദീനിന്റെ സേവകരാക്കണം റഹ്മാനെ. ഉസ്താദന്മാരുടെ മാതാപിതാക്കളുടെ പൊരുത്തത്തോട് ജീവിക്കുന്ന നല്ല മക്കളാക്കണം റഹ്മാൻ. അതബോടെ ജീവിച്ച് ഈമാനോടെ ജീവിച്ച് തഖ്വയോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്നവരാക്കണം റഹ്മാനെ. നമ്മയും കൂട്ടത്തിൽ ചേർക്കണം റഹ്മാൻ. ഞങ്ങളെയും സന്താനങ്ങളെയും തെമ്മാടികളാക്കല്ലയല്ല, കള്ളുകൂടിയന്മാരാക്കല്ലയല്ല, മയക്കുമരുന്ന് കഴിക്കുന്നവരാക്കല്ലയല്ല, ഫിത്തനയാക്കുന്നവരാക്കല്ലയല്ല, ഹസദ് വെച്ച് നടക്കുന്നവരാക്കല്ലയല്ല, മറ്റുള്ളവരെ വഞ്ചിക്കുന്നവരാക്കല്ലയല്ല, കളവ് പറയുന്നവരാക്കല്ലയല്ലോ. നല്ല മനുഷ്യജീവിതം, നല്ല വ്യക്തി ജീവിതം നമുക്ക് നൽകണം റഹ്മാനെ. നല്ല മനസ്സോടെ നല്ല ജീവിതം നൽകണം റഹ്മാനെ. അല്ലാഹുവേ വിവാഹപ്രായമെത്തി എത്രയോ യുവതി യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. നിരന്തരം ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാറുമുണ്ട്. പാവങ്ങളാണ് അല്ലാഹ്. അനുയോജ്യകളെ കൊടുത്ത് അനുഗ്രഹിക്കണം അല്ലാഹ്. അനുയോജ്യകളെ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാൻ. നല്ല ദാമ്പത്യ ജീവിതം നൽകണമല്ലോ. ഖൈറായ ജീവിതം നൽകണമല്ലോ. പാവങ്ങളാണ്, സൗന്ദര്യക്കുറവുള്ളത് കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരിമാരും അല്ലാഹ്. പാവങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഖൈറായ ജീവിതം നൽകല്ല. പാവങ്ങൾക്ക് മുത്തായ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, മുത്തായ തങ്ങൾ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല ഇണയ എത്രയും പെട്ടെന്ന് ശരിപ്പെടുത്തി നല്ല ജീവിതം നൽകണമുള്ള ഈ ക്ലാസ്സിൽ, ഈ മജ്ലിസിൽ കൂടെ ചൊല്ലിയ ദിക്റിന്റെ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് ഖൈറായ നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. ത്വലാഖ് ചൊല്ലപ്പെട്ട് വീട്ടിൽ കഴിയുന്ന പാവങ്ങളായ സഹോദരിമാരുണ്ട് റബ്ബേ. അല്ലാഹ് ഖൈറായ നല്ല ജീവിതം കാണിച്ചു കൊടു റബ്ബേ. ഖൈറായ ജീവിതം കാണിച്ചു കൊടു റഹ്മാൻ. അല്ലാഹ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണങ്ങി നിൽക്കുന്നവർ, സ്നേഹം മുറിഞ്ഞു നിൽക്കുന്നവർ, സ്നേഹം മുറിഞ്ഞ് പ്രയാസത്തിൽ കുടുങ്ങിയവർ, ഇടക്കിടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അല്ലാഹുവേ തമ്മിൽ പിണക്കവുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, അള്ളാഹു എത്രയും പെട്ടെന്ന് ഐക്യം കൊടുത്ത്, സ്നേഹം കൊടുത്ത്, നല്ല യോജിപ്പോടെ ഒത്തൊരുമയോടെ കൂടാനും ജീവിക്കാനും മരണം വരേക്കും ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാൻ. തൗഫീക്ക് നൽകണം റഹ്മാൻ. തൗഫീക്ക് നൽകണം റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നിന്റെ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ചേർക്കണമല്ലോ. നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ചേർക്കണം റഹ്മാൻ. നമുക്കുള്ള അതിയായൊരു മോഹം, മുത്തായ തങ്ങളെ നമുക്ക് ഉള്ളറിഞ്ഞൊന്ന് സ്നേഹിക്കണം അല്ലോ. അവിടത്തെ ഉള്ളറിഞ്ഞൊന്ന് സ്നേഹിച്ച് ഈമാനോടെ ജീവിച്ച് ധാരാളം സ്വലാത്ത് ചൊല്ലി ജീവിച്ച് ഒറ്റ ഹറാമ് കാണാതെ, ഹറാമ് കേൾക്കാതെ, ഹറാമ് പ്രവർത്തിക്കാതെ, ഹറാമ് പ്രചരിപ്പിക്കാതെ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ആരെയും വേദനിപ്പിക്കാതെ, ആരെയും നോവിക്കാതെ നല്ല സ്വഭാവം തന്ന് സ്വകാര്യ ജീവിതം നന്നാക്കി നല്ലൊരു ജീവിതം ലഭിക്കാൻ വല്ലാത്തൊരു ആഗ്രഹമുണ്ട് റബ്ബേ. അതിന് നമുക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാൻ. അതിന് നമുക്ക് ഭാഗ്യം നൽകണം റഹ്മാൻ. നീ ഭാഗ്യം നൽകണമല്ലോ. നമ്മുടെ ദുആ നീ സ്വീകരിക്കണമല്ലോ. നമ്മുടെ ദുആ സ്വീകരിക്കണം റഹ്മാൻ. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ എല്ലാ സദുദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണമല്ലോ. നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. നിറവേറ്റി കൊടുക്കണമല്ലോ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم صل على جميع وعلى ملائكة المقربين وجميع عباد الله الحمد لله رب العالمين.